ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മുമീസ് വ്ലോഗ്. ഇന്ന് ഇവിടെ കാണിക്കുന്നത് ഒരു പായസം തന്നെയാണ് കേട്ടോ. അപ്പൊ ഇത് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് ചെറുപയറിന്റെ പരിപ്പ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പൊ ഇനി ഓണൊക്കെ അല്ലേ വരുന്നത്, അപ്പൊ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ഏത് പായസം തയ്യാറാക്കണം എന്നുള്ളത്. പലർക്കും പല ഇഷ്ടങ്ങളാണല്ലോ. അപ്പൊ ചെറുപയറിന്റെ പരിപ്പ് വെച്ചിട്ടും ഒരു പായസം കാണിക്കാന്ന് വിചാരിച്ചു. കുറച്ച് ദിവസം മുമ്പ് ഞാൻ ചെറുപയർ വെച്ചിട്ട് ഒരു പായസം തയ്യാറാക്കിയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് അൽഹംദുലില്ലാ നല്ല രീതിക്ക് തന്നെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ. അതിലപ്പോ ചിലർ ചോദിക്കുന്നുണ്ടായിരുന്നു കമന്റിൽ, തേങ്ങാപ്പാലാണോ പശുവും പാലാണോ അതിൽ ആഡ് ചെയ്തിട്ടുള്ളതെന്ന്. അതിൽ ഞാൻ പാക്കറ്റ് പാലാണ് കേട്ടോ, 500 ml ഒരു പാക്കറ്റ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ തേങ്ങാപ്പാൽ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കാണാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ പായസം തയ്യാറാക്കാനായിട്ട് ഇവിടെ 1 കപ്പ് ചെറുപയറിന്റെ പരിപ്പ് എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് വറുത്തെടുക്കണം. ഇത് വറുത്തെടുത്തതിന് ശേഷമാണ് നമുക്ക് കഴുകിയെടുക്കേണ്ടത്. അപ്പൊ അതിന്റെ കളറ് ചെറുതായിട്ട് ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരൊന്ന് വറുത്തെടുക്കണം നമുക്ക്. ഇപ്പൊ കളറൊന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് വാഷ് ചെയ്തതിന് ശേഷം അതൊരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് 3.5 കപ്പ് വെള്ളം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. ഇനി ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇനി ഉപ്പിട്ട് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ, നമ്മൾ എന്തായാലും മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുമല്ലോ. അപ്പൊ ഇനി ഇട്ട് കൊടുക്കണ്ട. അപ്പൊ ഇത് 4 വിസിലടിച്ചിട്ട് ഞാനൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ആദ്യത്തെ ഒരു വിസിൽ ഹൈ ഫ്ലെയിമിൽ, പിന്നൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. ഇനി അതിലേക്ക് വേണ്ട ശർക്കരപ്പാന് തയ്യാറാക്കണം. 4 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. ഇനി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പൊക്കെ വറുത്തെടുക്കണം. അപ്പൊ ഞാൻ അണ്ടിപ്പരിപ്പ് ഇല്ലാത്തതുകൊണ്ട് കുറച്ചധികം തന്നെ തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒരു 1/2 കപ്പോളം തേങ്ങാക്കൊത്താണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് കളറൊന്ന് മാറി വന്നപ്പോൾ അതൊന്ന് കോരിയെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് തന്നെ കുറച്ച് മുന്തിരിയും കൂടി ഇട്ടിട്ട് അതും കൂടി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു സമയം എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് മറക്കാതെ തന്നെ കമന്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പൊ ഞാനിവിടെ മുന്തിരിയും കൂടി വറുത്തെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചെറുപയറിന്റെ പരിപ്പ് കൂടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. 4 വിസിലടിച്ചിട്ട് ഫുള്ള് ആവി പോയതിന് ശേഷമാണ് ഞാൻ തുറന്നിട്ടുള്ളത്. അത് ഞാൻ വേറൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ കുക്കറിലാകുമ്പോൾ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ വേറെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തത്. പിന്നെ ശർക്കരപ്പാനി ഞാൻ അരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. 1 കപ്പ് ശർക്കരപ്പാനിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതിവിടെ അരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ആ പരിപ്പും ശർക്കരപ്പാനിയും നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടൊന്ന് തിളച്ച് വരണം. ഈ ഒരു സമയത്ത് 1 ടീസ്പൂണ് ഏലക്കപ്പൊടിയാണ്. പഞ്ചസാര കൂട്ടിയതുകൊണ്ടാണ് 1 ടീസ്പൂൺ, അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ മതി. 1/2 ടീസ്പൂൺ ചുക്കുപൊടിയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതാണ് കേട്ടോ. അപ്പൊ ചുക്കുപൊടിയും ചെറിയ ജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. അതുകൊണ്ടാണ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഏലക്കപ്പൊടി ഉണ്ടെങ്കിൽ അത് മാത്രമായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ഇനി ഒന്ന് തിളച്ച് വരണം. ഇതൊന്ന് തിളച്ചതിന് ശേഷം ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. തിളച്ച് ആ സമയത്ത് തന്നെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അതോടൊപ്പം നമുക്ക് ആ പാലും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ 1.5 കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 കപ്പ് ഒഴിച്ചാൽ മതി. ഞാൻ കുറച്ച് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ടാണ് 1.5 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം പിന്നെ തിളപ്പിക്കണ്ട കേട്ടോ. അപ്പോൾ പാല് പിരിഞ്ഞു പോവും. ഈ ഒരു ചൂടി കിടന്നിട്ട് തന്നെ ഈ പാലൊക്കെ വെന്ത് കിട്ടും നമുക്ക്. പിന്നെ അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തും മുന്തിരി ഉണ്ടല്ലോ, അതും കൂടി ഇട്ടിട്ട് അത് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. 5 മിനിറ്റ് ഒന്ന് മൂടി വെക്കുക. 5 മിനിറ്റ് ശേഷം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉള്ള ഒരു ചെറുപയർ പരിപ്പിന്റെ പായസമാണ് കേട്ടോ. എല്ലാവരും ഈ ഓണത്തിന് അത് തയ്യാറാക്കി നോക്കണം. സൂപ്പർ ടേസ്റ്റ് ആണ്. വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കാനായിട്ട്. നമുക്ക് കുക്കറിൽ തന്നെ എല്ലാം തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ഞാനിവിടെ കുക്കറിൽ തയ്യാറാക്കുമ്പോൾ വീഡിയോയിൽ ശരിക്കും കാണില്ല, അതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ നിന്ന് മാറ്റിയെടുത്തത് കേട്ടോ. പിന്നെ തേങ്ങാക്കൊത്ത് ഇത്രയൊന്നും ഇടണമെന്ന് നിർബന്ധമില്ല കേട്ടോ. എൻ്റെ അടുത്ത് കാഷ്യൂനട്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ തേങ്ങാക്കൊത്ത് കുറച്ചധികം ഇട്ട് കൊടുത്തത്. ഒന്ന് കടിക്കാനായിട്ട് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആണല്ലോ. അപ്പൊ അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു ചെറുപയർ പരിപ്പിന്റെ പായസമാണ് ഞാൻ ഇവിടെ തയ്യാറാക്കിയത്. അപ്പൊ ഈ ഒരു പായസം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കണേ. കമന്റ് ബോക്സിൽ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷനും കൂടി ഉണ്ട്. ഹൈപ്പും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ ഒരു പായസം ഓണത്തിന് മാത്രമല്ല കേട്ടോ, ആർക്കും എപ്പോൾ വേണമെങ്കിലും വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു പായസം കൂടിയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ വരെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്